ഇന്നേ പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും പരിപ്പൊക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു കറി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടാക്കിയെടുത്താലോ. വളരെ ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോഴേ അറിയായിരിക്കുമല്ലോ. നല്ല ടേസ്റ്റിയാണ്. വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാനേ ആദ്യം ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറിയെ നമ്മൾ കുക്കറിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കഴിയും. നിങ്ങൾക്കിത് അല്ലാതെ വേറെ പാത്രത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഈ തുവരപ്പരിപ്പ് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയേ ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു പച്ചമുളക് എടുത്ത് ഞാനിങ്ങനെ ഒന്ന് നെടുകെ ഒന്ന് കീറിയിട്ടതാണ്. ഇനി അതിലേക്ക് കുറച്ച്, അതായത് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി എടുത്ത് ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാവേ. ഇതൊക്കെ ചെറുതായിട്ട് അരിയണമെന്നൊന്നും ഇല്ല. കാര്യം നമ്മളിത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണേ. അപ്പം ഇതൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മാങ്ങയൊക്കെ കിട്ടുമ്പോഴേ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ടേ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 വിസിലൊക്കെ മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ ഒരു 3 4 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അവിടെ നിന്ന് വേവുമ്പോഴേക്കുവേ നമുക്കൊരു തേങ്ങയുടെ മിക്സ് ഒന്ന് റെഡിയാക്കണം. അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. കൂടെ ഒരു 2 കുഞ്ഞുള്ളിയും പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ദാണ്ട് നമ്മുടെ കുക്കറിൽ നമ്മൾ ഇട്ടെടുത്ത സംഭവമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പരിപ്പൊക്കെ നല്ല സൂപ്പറായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് ഉടഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. നിങ്ങൾക്കിതേ ചെറുതായിട്ടൊന്ന് ഉടച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതേ ഒരുപാടൊന്നും ഇളക്കി മിക്സ് ആക്കുന്നില്ല ഇപ്പം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മാങ്ങയൊക്കെ ചേർത്ത് ഒന്നും കൂടെ ഇതൊന്ന് വേവിക്കുക. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഉടഞ്ഞു വരും. ഇനി ഇതിലേക്ക് മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം ഞാനൊരു 2 മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് വലുതായിട്ട് ഇത്രയും വലുപ്പത്തിൽ നിന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മാങ്ങ എടുക്കുന്നുണ്ട്. മാങ്ങയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇനി അതിൻ്റെ മാങ്ങയുടെ കുരുവും കൂടെ ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് ഈ കറിയിൽ കഴിക്കുമ്പോൾ. എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് കളയില്ല, ചേർക്കും. അപ്പോൾ ചേർത്തിട്ട് അതിന് വെള്ളം പോരാൻ തോന്നിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ മാത്രം ഒന്ന് കേൾപ്പിച്ചെടുക്കാം. കാര്യം ഇതിനൊന്നും ഈ മുരിങ്ങയ്ക്കും മാങ്ങയ്ക്കും അധികം വേവില്ലല്ലോ. അപ്പം അതൊന്ന് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ദാണ്ട് ഒരു വിസിലൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക് മാങ്ങയൊക്കെ നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടേ നമ്മളിവിടെ അരച്ച് മാറ്റി വെച്ചേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഉപ്പൊക്കെ ഈ സമയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ തേങ്ങയുടെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. അപ്പം ഞാനിതിനകത്ത് ഉപ്പ് നോക്കിയപ്പോഴേ കുറച്ച് കുറവുള്ളതായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇപ്പം ദാണ്ടെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരെയൊക്കെ മതിയാവും. അപ്പം നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. ചൂട് മീൻകറിയുടെ കൂടെ ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് ചോറിനൂടെ കഴിക്കണം. പൊള്ളിയാണ് കേട്ടോ. അപ്പം ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ്. എന്താണെന്ന് അറിയില്ലടോ, ഈ താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുന്നേ ഞാൻ കടുകെടുത്തിടും. അതെന്താണെന്നറിയില്ല, എനിക്ക് അതുവരെയുള്ള ക്ഷമയില്ല എന്ന് വേണം പറയാൻ. അപ്പം
കടുക് ഇട്ടപ്പോഴത്തേനും വെളിച്ചെണ്ണ ചൂടായില്ലായിരുന്നു. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം ഇപ്പൊ ഇനി കടുകൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ. അപ്പോൾ എപ്പോഴുള്ള എൻ്റെ ഒരു സ്വഭാവമാണിത്. അപ്പോഴാണ് കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടേ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ചൂടോടെ തന്നെ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാടോ. നല്ല പൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എന്നാൽ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്താലോ. അപ്പോഴേ നമുക്ക് സെർവിങ് ബൗളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. പിന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്നാൽ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും